ഹലോ ഗൈസ്, നമ്മളിന്നുള്ളത് കോലാലംപൂരിലെ ബട്ടു കേവ്സിലാണ്. കോലാലംപൂരിൽ നിന്ന് 13 കിലോമീറ്റർ മാറി ചുണ്ണാമ്പ് മലകൾക്കിടയിലാണ് ഈ ബട്ടു കേവ്സ് ഉള്ളത്. 42.7 അടി ഉയരമുള്ള സ്വർണ്ണ നിറത്തിലുള്ള മുരുക ഭഗവാന്റെ ഒരു വിഗ്രഹവും 272 പടികൾ കയറി ചെല്ലുമ്പോൾ ഉള്ള ഗുഹാക്ഷേത്രവുമാണ് ഇവിടെ ഉള്ളത്. തൈപ്പൂയ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരികയും കാവടിയെടുക്കുകയും ചെയ്യുന്ന ഒരു അമ്പലമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മുരുക പ്രതിമയുള്ള ക്ഷേത്രമാണിത്. നമുക്കപ്പം സ്റ്റെപ്പ് കയറി അകത്തേക്ക് പോകാം. സ്റ്റെപ്പ് കയറി ഗുഹകൾ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസൊന്നുമില്ല, പൂർണ്ണമായിട്ടും ഫ്രീ ആണ്. പക്ഷേ മുകളിലോട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകൾ മുട്ടിന് താഴെയുള്ള വസ്ത്രം ധരിച്ചിരിക്കണം. അങ്ങനെ അല്ല എങ്കിൽ അവിടെ കൈലി പോലെ ധോത്തി പോലെ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങി ഉടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. ഞാനിത് 5-മത്തെയോ 6-മത്തെയോ പ്രാവശ്യമാണ് ബട്ടു കേവ്സിൽ വരുന്നത്. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ മുകളിൽ കയറിയിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രമേ മുകളിൽ കയറിയിട്ടുള്ളൂ. ആദ്യമായിട്ട് വന്നപ്പോൾ അത് 5 വർഷം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. തനിയെ സ്റ്റെപ്പ് കയറേണ്ടതുകൊണ്ട് ഫോണും ക്യാമറയും മാത്രമേ കയ്യിലെടുത്തിട്ടുള്ളൂ. ഒരു കുപ്പി വെള്ളം പോലും കയ്യിലില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് കയറി കാഴ്ചകളെല്ലാം പോയി കാണാം. സ്റ്റെപ്പ് കയറുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 സൈഡിലും കുരങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വെള്ളമോ കുപ്പിയോ ബാഗോ ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക. അത് സ്നാച്ച് ചെയ്തുകൊണ്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഗുഹകളുടെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മെഴുക് ഉരുകി ഒലിച്ച് താഴത്തേക്ക് വരുന്ന പോലെ ഒരു രീതിയിലാണിതുള്ളത്. ഇത് 400 വർഷം പഴക്കമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഈ ഗുഹകൾക്ക്. അപ്പം അത്രയും നാളത്തെ മഴയും കാറ്റും വെയിലും ഒക്കെ കൊണ്ടിട്ടായിരിക്കാം ഇതിങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നത്. പടികളും മുഴുവനും കയറി ചെല്ലുമ്പോൾ ഒരു കവാടമുണ്ട്. കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് മെയിൻ ഗുഹയിലേക്കാണ്. അതാണ് മെയിൻ ടെമ്പിൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ടെമ്പിളുണ്ട്. അതുകൂടാതെ കുറച്ചുകൂടെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ ഗുഹ കൂടിയുണ്ട്. മലേഷ്യയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെതർ ഭയങ്കര മോശമായിരുന്നു. മഴയും കാറ്റും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഗുഹയ്ക്കുള്ളിലും നന്നായിട്ട് വെള്ളവും ചെളിയും ഒക്കെ ഉണ്ട്. അമ്പലങ്ങൾ കൂടാതെ ഒരുപാട് വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും പ്രതിമകളും ഒക്കെ ഇവിടെയുണ്ട്. മുരുകൻ്റേത്, ശിവപാർവതിയുടേത്, ഗണപതി ഭഗവാന്റേത്, അങ്ങനെയുള്ള ഒരുപാട് ശിലകളൊക്കെയുണ്ട്. പിന്നെ ഈ ഗുഹയിൽ നിന്ന് തന്നെ രൂപം കൊണ്ട രീതിയിലുള്ള ശിലകളും കല്ലുകളും ഒക്കെയുണ്ട്. ഇതിനുള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക സ്പിരിച്വൽ ഫീലിംഗ് ആണ്, ഒരു ദൈവീകത, അതുകൂടാതെ എന്തെന്ന് പറയാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു എനർജിയാണ് ഇതിനുള്ളിൽ. ഭയങ്കര നല്ലൊരു അനുഭവമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മലേഷ്യ വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, വിസിറ്റ് ചെയ്യാൻ അനുഗ്രഹം കിട്ടുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഇവിടെ സന്ദർശിക്കണം. ഇവിടെ ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും കയറാൻ പറ്റും. മതമോ ജാതിയോ ഒന്നും ഇവിടെ ഒരു പ്രശ്നവുമില്ല. എൻട്രി ഫീസില്ല. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് ഇത്രയും പടികൾ കയറണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബട്ടു കേവ്സ്. ഞാനിവിടെ ഒരു കോഴിയെ കണ്ടു. ഇത് ആരുടെയെങ്കിലും കൂടെ കയറി വന്നതാണോ അതോ ഇവിടെ തന്നെ ഉള്ളതാണോ കാട്ടിൽ നിന്ന് വന്നതാണോ എന്നൊന്നും അറിയില്ല. ഈ ഗുഹയെപ്പറ്റി ഒരുപാട് മിത്തുകളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട്. ഇവിടെയുള്ള ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത് സൂര്യപത്മനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ഭഗവാൻ ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തു എന്നാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് തൈപ്പൂയ സമയത്ത് ഇവർ കാവടി എടുക്കുകയും വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി മല ചവിട്ടുകയും ചെയ്യുന്നത്.
垃圾桶里面的。മുകളിൽ നിന്ന് വെള്ളം ഇറ്റ് വീഴുന്നുണ്ട്. അത് മഴയുടേത് കൊണ്ടാവാം. പിന്നെ മലയല്ലേ, അതിനുള്ളിൽ ഉറവകളൊക്കെ ഉണ്ടാവും, അതിൽ നിന്നും വെള്ളം ഇറ്റ് വീഴാം. കുറേ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. എനിക്ക് പക്ഷേ ഈ മുകളിലേക്ക് കയറി വന്ന കാഴ്ചകളെക്കാളും ഇഷ്ടപ്പെട്ടത് താഴത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ്. നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് കാർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മോൾ ഭാഗം എല്ലാം. നല്ല രസമുണ്ട് കാണാൻ. അഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ വരുന്ന സമയത്ത് ആ വലതുവശത്ത് കാണുന്ന പടികൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. ആ കേവിനകത്തിൽ എന്തോ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. നമുക്കവിടെ ചെറിയൊരു എമൗണ്ട്, ഒരു 5 റിങ്കറ്റോ 10 റിങ്കറ്റോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് എടുത്ത് നമുക്ക് ആ കേവിനുള്ളിൽ കാണാം. പക്ഷേ ഇപ്പോൾ അത് ക്ലോസ്ഡ് ആണ്. പക്ഷേ താഴത്ത് ഇറങ്ങിയിട്ട് അവിടെ ഒരു എക്സിബിഷൻ, എന്തോ ഒരു ആർട്ട് ഗാലറി പോലെയുണ്ട്. അവിടെ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളും നല്ല പാർക്കിങ്ങും ഉണ്ട്. അതുകൂടാതെ വലതുവശത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട്. 5 റിങ്കറ്റാണ് അവിടെ ഫീസ്. അതിൻ്റെ സൈഡിലൊരു ചെറിയ വാട്ടർഫോളുണ്ട്. ആർട്ട് ഗാലറി കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ 5 റിങ്കറ്റ് അവിടെ നിന്ന് എടുത്ത് അവിടെ പോയി അതെല്ലാം കാണാം. ഞാൻ പോയില്ല, കാരണം എൻ്റെ സമയപരിമിതി കൊണ്ടാണ്.
നല്ല മഴക്കോളുണ്ട്. എനിക്കിനി ഈ ബട്ടു കേവ്സിൻ്റെ വീഡിയോസ് എടുത്തതിന് ശേഷം വേണം ഇവിടുന്ന് നേരെ പിനാങ്ങിലേക്ക് പോകാൻ. അപ്പോൾ ഇപ്പം തന്നെ ഉച്ചയ്ക്ക് 12:30 ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ രാത്രി എത്ര നേരം എടുക്കുമെന്ന് അറിയില്ല. 300 കിലോമീറ്റർ 350 കിലോമീറ്ററേ ഉള്ളൂ ഇവിടെ നിന്നും പിനാങ് വരെ. പക്ഷേ ഹോളിഡേ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും പുറത്തേക്ക് ടൂറായിട്ടും ട്രിപ്പായിട്ടും ഒക്കെ പോയിരിക്കുകയായിരിക്കും. അപ്പം ട്രാഫിക് ജാം നന്നായിട്ടുണ്ടായിരിക്കും. KL നിന്ന് ഇറങ്ങുന്ന സമയത്തും ഇപ്പോൾ എത്തുമ്പോഴും ഒക്കെ നല്ല ട്രാഫിക് ജാം ആയിരിക്കും. ഒരുപാട് നേരം റോഡിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചു. വളരെ നല്ല ഫുഡായിരുന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നുകൊണ്ട് ഫോറിനേഴ്സിൻ്റെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ചിലർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും വീഡിയോ എടുക്കുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ എടുത്തില്ല. അവരുടെ പ്രൈവസിയും നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ ബട്ടു കേവ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലേഷ്യയിൽ വരാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും ഇവിടെ വന്നിത് വിസിറ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ മലേഷ്യ തന്നെയാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ സജഷൻസും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ള വിശ്വാസത്തിൽ ബട്ടു കേവ്സിൻ്റെ മുമ്പിൽ നിന്നും ഞാൻ ബൈ പറയുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.